നമസ്കാരം. സനാതനധർമ്മത്തിന്റെ വിജയഭേരി മുഴക്കിക്കൊണ്ട് 15ാമത് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിന് അരങ്ങുണരുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗത്തുള്ള കിഴക്കേക്കോട്ടയിലുള്ള പുത്തിരിക്കണ്ടം മൈതാനത്തിലാണ് ഈ മഹാസമ്മേളനം നടക്കുന്നത്. ഈ വരുന്ന 23-ാം തീയതി മുതൽ, അതായത് ഏപ്രിൽ 23 മുതൽ 27 വരെയുള്ള തീയതികളിലാണ് ഹിന്ദു മഹാസമ്മേളനം നടക്കുന്നത്. മുൻകാലങ്ങളിലെ പോലെ തന്നെ നിരവധി പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഒപ്പം ഗൗരവമുണർത്തുന്ന ചില വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന രീതിയിലുമാണ് സമ്മേളനം വിഭാവനം ചെയ്തിട്ടുള്ളത്. എന്തായാലും അനന്തപുരി നിവാസികൾക്ക് ഈ ഹിന്ദു മഹാസമ്മേളനത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമില്ല. കാര്യം ചെങ്കോട്ടുകുണം മഠാധിപതിയായിരുന്ന സ്വാമി സത്യാനന്ദ സരസ്വതി തുടങ്ങിവെച്ച വലിയ ഒരു യജ്ഞമാണ് ഈ ഹിന്ദു മഹാസമ്മേളനം എന്നുള്ളത്. കാര്യം വിഘടിച്ചു നിൽക്കുന്ന ഹിന്ദു സമൂഹത്തെ ഒരുമിച്ച് ഒരു കിടക്കീഴിൽ കൊണ്ടുവന്നുകൊണ്ട് സമകാലീന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ഓരോ വർഷത്തെയും ഹിന്ദു മഹാസമ്മേളനം മുന്നോട്ട് വയ്ക്കുന്ന ആശയം. ഇക്കുറിയും അതിൽ നിന്ന് വിഭിന്നമാകുന്നില്ല. ഈ വരുന്ന 23-ാം തീയതി അതിനുള്ള അരങ്ങ് ഉണരുകയാണ്. എന്തായാലും ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ പ്രധാന വേദിയായ സ്വാമി സത്യാനന്ദ സരസ്വതി നഗർ പുത്തിരിക്കണ്ടം മൈതാനത്തിൽ ഇവിടെ ഇപ്പോൾ പന്തലിൻ്റെ പണി പുരോഗമിക്കുകയാണ്. അടുത്ത 2-3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇത് പൂർത്തിയാകും. ഈ ഒരു വലിയ വേദിയിലാണ് ഹിന്ദു മഹാസമ്മേളനം അരങ്ങേറുന്നത്. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്കിതിൻ്റെ ഭാരവാഹികളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. കഴിഞ്ഞ 15 കൊല്ലമായിട്ട് ഹിന്ദു മഹാസമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പുത്തിരിക്കണ്ടത്ത് സ്വാമി സത്യാനന്ദ സരസ്വതി നഗർ, അതിലൊന്നും യാതൊരു മാറ്റവും. നഗരത്തിന് പേര് മാറ്റമില്ല. പക്ഷേ ഈ പ്രാവശ്യം ഒരു പ്രത്യേകത, ആദ്യത്തെ ദിവസം തന്നെ ഏപ്രിൽ 22-ാം തീയതി തന്നെ വൈകുന്നേരം ജുനാ അഗാഡെ സ്വാമിജി അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ സന്യാസി ശ്രേഷ്ഠന്മാരെ മുൻനിർത്തിക്കൊണ്ട് പാളയം ഗണപതി ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ നിന്ന്, ആ ഗണപതി ക്ഷേത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളാണ് അതിൻ്റെ ഉയരം കൂട്ടണമെന്നും തീരുമാനിച്ചത്. ഹിന്ദു ധർമ്മ പരിഷത്തിൻ്റെ ചെയർമാനാണ് അതിൻ്റെ നിയോഗം വന്നു ചേർന്നത്. ഒരു പ്രത്യേകത കൂടിയുണ്ട്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചെയ്തിരുന്നതിനേക്കാളും വളരെ വിപുലമായിട്ട്, വളരെ ഗംഭീരമായിട്ടുള്ളൊരു പരിപാടിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു വിപുലമായ ഒരു പരിപാടി പ്ലാൻ ചെയ്യുമ്പോൾ മറ്റുള്ളവരെല്ലാം തന്നെ പരിപാടികളെക്കുറിച്ച് നല്ലൊരു വിശദീകരണം തന്നു കഴിഞ്ഞു. അതിൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതി ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഒരു കടമ്പയാണ്. ഹിന്ദു സമുദായത്തെ സ്നേഹിക്കുന്ന, ഹിന്ദു സമൂഹം വളരെ ഉയർന്ന നിലയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ സമുദായത്തിൽപ്പെട്ട എല്ലാ നല്ലവരായിട്ടുള്ള ജനങ്ങളുടെയും അകമഴിഞ്ഞ ഒരു സാമ്പത്തിക സഹായവും സ്നേഹവും ഇഷ്ടവും ആശീർവാദവും അനുഗ്രഹവും ഒക്കെ ഈ പരിപാടിക്ക് വേണമെന്നുള്ളതാണ് എൻ്റെ എളിയ അഭിപ്രായം. 15 വർഷം നടന്നതിനെക്കാട്ടിലും വളരെ വ്യത്യസ്തമായിട്ടും വളരെ ക്രിയാത്മകവുമായിട്ടാണ് ഇത്തവണ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കാരണം വിവിധ പരിപാടികളാണ് അതിനോടനുബന്ധിച്ച് നടത്തുന്നത്. 5 ദിവസങ്ങളായി നടക്കുന്ന അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ സമ്പൂർണ്ണ തത്സമയ ദൃശ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മുൻവർഷങ്ങളിലെ പോലെ തന്നെ തത്വമയി നെറ്റ്വർക്കാണ്. ഇതിൻ്റെ ഓരോ കാഴ്ചകളും ഓരോ ചടങ്ങുകളും ലോകമെമ്പാടുമുള്ള മലയാളികളുടെ വിരൽത്തുമ്പിലേക്ക് എത്തും. അതും HD ദൃശ്യ മികവോടുകൂടി തന്നെ. 22-ാം തീയതിയാണ് ഇതിൻ്റെ ഒരു വിളംബര ഘോഷയാത്ര നടക്കുന്നത്. പാളയം ഗണപതി ക്ഷേത്രത്തിൽ നിന്നും വൈകിട്ട് ഈ സമ്മേളന നഗരിയായ സ്വാമി സത്യാനന്ദ സരസ്വതി നഗറിലേക്ക് അത് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ തത്സമയം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും വിപുലമായ സാങ്കേതിക സംവിധാനങ്ങളാണ് തത്വമയി നെറ്റ്വർക്ക് ഒരുക്കിയിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.